പ്യൂപ്പയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന അടുത്ത കഥയാണിത്. പ്യൂപ്പയ്ക്ക് തന്ന വാക്ക് ഞാൻ ഇതിലും തരികയാണ്. ഈ കഥ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്യൂപ്പയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു കഥയാണ്. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വെറും 2 പാർട്ടിൽ അവസാനിക്കുന്ന ഒരു കഥയാണ്. ഇന്നും നാളെയുമായി 2 പാർട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ദേ നോക്കിയടി ഗൗരി, നിന്റെ കാമുകനല്ലേ ആ അടിക്ക് നേതൃത്വം കൊടുക്കുന്നത്? ചിത്ര ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. ഉത്സവപ്പറമ്പിലെ മിന്നിമറയുന്ന വെളിച്ചങ്ങൾക്കിടയിൽ നിന്നും ഗൗരി ആ രൂപം കണ്ടു. പൊടിയാർക്കുന്ന പൂരപ്പറമ്പിൽ ഒറ്റക്കൊമ്പനെ പോലെ ഒരുവൻ. തനിക്കെതിരെ വരുന്നവരെ ഒരൊറ്റ അടികൊണ്ടോ മർമ്മം നോക്കിയുള്ള ഒരു ചവിട്ടുകൊണ്ടോ നിലം തൊടിയിക്കുകയാണ് അവൻ. കൈലാസത്ത് വീട്ടിൽ രുദ്രൻ. പരമേശ്വരൻ പൊതുവാളിൻ്റെ തായമ്പക കൊട്ടിക്കയറുകയാണ്. കതിനവെടിയുടെ ശബ്ദവും കരിമരുന്ന് കത്തിയതിൻ്റെ ഗന്ധവും അന്തരീക്ഷത്തിലാകെ പടരുന്നുണ്ട്. പഞ്ചവാദ്യത്തിൻ്റെ താളത്തിൽ തലയാട്ടുന്ന ഗജവീരന്മാർ. ചെവിയിൽ ഇരച്ചു കയറുന്ന താളത്തിനുമപ്പുറം ഗൗരിയുടെ ശ്രദ്ധ ഒട്ടാകെ രുദ്രനിലായിരുന്നു. ഓരോ വട്ടം നോക്കുമ്പോഴും ഇഷ്ടം കൂടിക്കൂടി വരുന്നു ഗൗരിക്ക് അവനോട്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ 4 മടക്കി കൈ വെച്ചേക്കെൻ്റെ ഗൗരിയെ. നീ ഇതെന്തറിഞ്ഞിട്ടാ? അങ്ങേരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ചെന്നാൽ അയാൾ നിന്നെ പിടിച്ചൊടിച്ച് കളയും. ഗൗരിയുടെ കണ്ണ് വെട്ടാതെയുള്ള വായുനോട്ടത്തെ ചിത്ര തന്നാൽ കഴിയുന്ന വിധം നിരുത്സാഹപ്പെടുത്തി കളഞ്ഞു. ഓ പിന്നെ അങ്ങേരാര് വിശ്വാമിത്രനോ? ഗൗരി ചുണ്ടൊന്നു കൂട്ടി. നടപ്പും നിൽപ്പും മട്ടവും മാതിരിയൊക്കെ കണ്ടിട്ട് നിത്യബ്രഹ്മചാരി ആവാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. ചിത്ര രുദ്രനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചങ്കിൽ കുത്താതടി ഭൂതനെ. ഗൗരി നെഞ്ചൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ദേ ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന സകല അവളുമാരുടെയും കണ്ണുകൾ അങ്ങേരുടെ മേൽ ഒട്ടിച്ചു വെച്ചേക്കുക. എന്നിട്ട് ഒരെണ്ണത്തിനെ അങ്ങേര് തിരിച്ചു നോക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. അതാ ഞാൻ പറഞ്ഞേ, അങ്ങേർക്ക് ആ വക വികാര വിചാരങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. നീ ഈ പിറകെ നടന്ന് വെള്ളം ഇറക്കുന്നത് മിച്ചം. ചിത്ര ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി ചുറ്റിലും ഒന്ന് നോക്കി. ചിത്ര പറഞ്ഞതുപോലെ മിക്ക പെൺപടകളുടെയും നോട്ടം തൻ്റെ മുതലിലേക്കാണെന്ന് കാണെ അവളുടെ നെഞ്ചൊന്ന് കല്ലിച്ചു. ഇവറ്റകൾക്കൊന്നും നാണമില്ലേ അന്യൻ്റെ മുതൽ കട്ട് തിന്നാൻ? ഗൗരി പല്ലി ഞെരിച്ചു. ചിത്രക്ക് ഗൗരിയുടെ ഭാവം കാണെ ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചിരിച്ചാൽ പെണ്ണ് കൈനുള്ളിയെടുക്കും. അതുകൊണ്ട് വന്ന ചിരിയെ ചിത്ര പണിപ്പെട്ട് അടക്കി. എൻ്റെ പൊന്നു ഗൗരി, നീ ഇങ്ങനെ വെള്ളം ഇറക്കി ഇരിക്കത്തേ ഉള്ളൂ. ദിവസവും അങ്ങേരുടെ മുക്കിന് തുമ്പിലൂടെ നീ എന്തോരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് ഒരിക്കലെങ്കിലും അങ്ങേര് നിന്നോടൊന്ന് ചിരിച്ചിട്ടുണ്ടോ? നിന്നെ ശരിക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, മൂപ്പർ അങ്ങനെ ഒരു മുരടനാണെന്ന് വെക്കാം. ഈ പറയുന്ന പോലെയാണോ നീ? അങ്ങേര് തൊട്ടടുത്തെങ്ങാനും വന്ന് നിന്നാൽ നിനക്ക് തുള്ളൽപ്പനി പിടിച്ചതുപോലെയാണ്. നമ്മളുടെ വെളിച്ചപ്പാട് തുള്ളിയില്ല അതുപോലെ. ചിത്ര ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. നീ എന്നെ അങ്ങനെ കൊച്ചാക്കുകയൊന്നും വേണ്ട. അങ്ങേരുടെ തപസ്സൊക്കെ ഞാൻ ഇളക്കും മോളെ, നീ നോക്കിക്കോ. എന്നിട്ട് അങ്ങേരെ എൻ്റെ ഭർത്താവാക്കി, എൻ്റെ കുട്ടികളുടെ അച്ഛനാക്കി, അവരുടെ കുട്ടികളുടെ മുത്തച്ഛനാക്കി. മതി നിർത്തിക്കോ. ഇതിലും കൂടുതൽ എന്നെക്കൊണ്ട് താങ്ങാൻ വയ്യ ഗൗരിയെ. ചിത്ര ശ്വാസം ഒന്ന് വിളിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. ഉത്സവത്തല്ല് ഏകദേശം അതിൻ്റെ അവസാനത്തിൽ എത്തിയിരുന്നു. രുദ്രന് ചുറ്റും ചിതറിക്കിടക്കുന്ന ആളുകൾ വേദന കൊണ്ട് ഞരങ്ങുന്നുണ്ട്. പിന്നെയും മേളം അവരുടെ കാതിലേക്ക് പതിച്ചു. വഴിവാണിപ്പക്കാരുടെ പൊരിമുറുക്ക് കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. ഇശൽക്കടയിൽ നിന്നും ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ച മണം ഉറങ്ങിക്കിടന്ന ആമാശയത്തെ തട്ടി ഉണർത്തുന്നുണ്ട്. ആകാശത്തേക്ക് ഉയർന്ന കരിമരുന്ന് പുഷ്പങ്ങൾ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ വികസിക്കുന്നു. ഈ കാഴ്ചകൾ ഒന്നും കണ്ണിലുടക്കാതെ അവിടെ ഒരുത്തിയുടെ കണ്ണുകൾ അപ്പോഴും രുദ്രനിൽ തന്നെയാണ്. അതെ, ഗൗരിയുടെ കണ്ണുകൾ. നമുക്ക് പതുക്കെ വീട്ടിലേക്ക് നടക്കാം ഗൗരി, എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ലടി. ചിത്ര ഉറക്കം വേരോടുന്ന കണ്ണുകൾ ചുരുക്കി ഗൗരിയെ നോക്കി. ഇങ്ങനൊരു കുംഭകർണി. ഗൗരി അവളെ കളിയാക്കി. നീ വരുന്നുണ്ടോ പെണ്ണെ? ഇല്ലെങ്കിൽ ഈ ഉത്സവപ്പറമ്പിൽ ഒരു പായ വിരിച്ച് ഞാനങ്ങ് കിടക്കും കേട്ടോ. ചിത്രക്ക് ദേഷ്യം വന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെയോ? ഗൗരി തിരക്കുകൾക്കിടയിൽ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരൊക്കെ നാടകം കഴിഞ്ഞേ വരൂ പെണ്ണെ. അപ്പോഴേക്കും ഞാൻ ഉറക്കം തൂങ്ങി ചത്തിട്ടുണ്ടാവും. ചിത്ര ചിണുങ്ങി. എങ്കിൽ വാ പോയേക്കാം. ചിത്രയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങവെയാണ് പുറകിൽ നിന്നും ഗൗരിയെ വിളിച്ച് അമ്മയെ ഓടിപ്പിടഞ്ഞു വരുന്നത്. നിങ്ങൾ രണ്ടാളും പോവുകയാണോ? അമേയ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ ഇതെവിടെയായിരുന്നു? കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിന്നെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാതാവുന്നുണ്ടല്ലോ. ചിത്ര സംശയത്തിൻ്റെ മുനയോടെ അമയെ നോക്കി. അമേയ അല്പം ഒന്ന് പതറിയെങ്കിലും അവൾ അത് ഭംഗിയായി ഒളിപ്പിച്ചു. ചിത്രേ, നീ ശ്രീകുട്ടൻ്റെ കൂടെ ചെല്ലടി. നിനക്ക് പിന്നെ 7 മണി കഴിഞ്ഞാൽ അർദ്ധരാത്രിയാണല്ലോ. ഞാനും ഗൗരിയും കുറച്ച് കഴിഞ്ഞ് ഒപ്പം പോയിക്കോളാം. അമേയ ഗൗരിയുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിത്രയെ നോക്കി. എന്തെങ്കിലും ചെയ്യ്.
ചിത്ര മുന്നോട്ട് നടന്നു. ഉറക്കത്തിൻ്റെ പിടിവലിയിൽ ആയിരുന്ന ചിത്ര അന്നേരം അമ്മയുടെ ചുണ്ടിൽ വിരിഞ്ഞു നിന്ന ഗൂഢമായ ചിരി ശ്രദ്ധിച്ചിരുന്നില്ല. ചിത്രയും ഗൗരിയും അമേയ എന്ന അമ്മുവും ചെറുപ്പം മുതൽ വലിയ കൂട്ടുകാരാണ്. കൂട്ടത്തിൽ മരം കയറി അമ്മു തന്നെയാണ്. അമ്മു ഉണ്ടാക്കിയ പുലിവാല്. അമ്മു, ഇടി, ഇതൊക്കെ വേണോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഗൗരി ചുറ്റിലും നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ അമ്മുവിനോട് പറഞ്ഞു. ഇരുട്ട്, കൂരിരുട്ട്. ചുറ്റും നോക്കിയ ഗൗരിക്ക് ആദിയായി. രണ്ടുപേരുടെയും വീട്ടുകാർ ഉത്സവപ്പറമ്പിൽ തന്നെ അല്പം ദൂരെ എവിടെയോ ആണ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. ഇതൊക്കെ ഒരു രസമല്ലേ? നാളെ നമ്മളുടെ അമ്മമാരെ പോലെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധവും വിഴുപ്പും ഒക്കെ ചുമന്ന് നടക്കുമ്പോൾ ഇതിന് വല്ലതും പറ്റുമോ? ഓരോന്നിനും ഓരോ പ്രായം പറഞ്ഞിട്ടുണ്ട്. നീ ശബ്ദം ഉണ്ടാക്കാതെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദയവ് ചെയ്ത് നീ വെപ്രാളം കാണിച്ച് അറിയാത്തവരെ കൂടെ അറിയിക്കാതിരുന്നാൽ മതി. അമേയ മങ്ങിയ വെളിച്ചത്തിലെ ഗൗരിക്ക് നേരെ കണ്ണുരുട്ടി കാണിച്ചു. എന്നാലും ഗൗരി ആശങ്കപ്പെട്ടു. ഒരെന്നാലും ഇല്ല. നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക് പെണ്ണെ. അമേയ കയ്യിലെ ഗ്ലാസ്സിലേക്ക് ചാരായം ഒഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് ശ്രദ്ധയോടെ ഇളക്കി. ചാരായ കുപ്പി ഗൗരിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവൾ ടച്ചിങ്സിന് കരുതിയ ചിപ്സിൻ്റെ പാക്കറ്റ് പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു. ധാവണിത്തുമ്പിൽ കെട്ടിയ സിഗരറ്റിൽ ഒന്ന് അവൾ കത്തിച്ച് ചുണ്ടോടി ചേർത്തു. ആദ്യം വലിച്ചെടുത്ത പുകയിൽ അവൾ വല്ലാതെ ചുമച്ചുപോയി. പതിയെ അവൾ പണിപ്പെട്ട് ചുമ അടക്കി. പതിയെ പുകച്ചുരുളുകൾ അമ്മു ഊതിപ്പറത്തി വിട്ടു തുടങ്ങി. ഗൗരി ആ കാഴ്ച കാണെ പേടിയോടെ ചുറ്റും നോക്കി. അല്ലെങ്കിലും ആണുങ്ങളുടെ തൻ്റെ ഇടമാണ് അമ്മുവിന്. ആണുങ്ങൾക്കാവാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ചോദിച്ചു കളയും അവൾ. കാണാൻ അതിസുന്ദരിയാണ് അവൾ. നാട്ടിലെ പുരുഷകേസരികൾ ഒട്ടാകെ അമ്മുവിൻ്റെ പിന്നാലെയാണ്. പക്ഷേ അവൾക്കങ്ങനെ ദിവ്യപ്രേമമൊന്നും ശരിയാവില്ല എന്ന് അവൾ എപ്പോഴും പറയും. അതുപോലെ തന്നെയാണ് പ്രവൃത്തിയും. മടുക്കുമ്പോൾ അവൾ ആളെ വിടും, അടുത്ത ആളെ നോക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൾ കൂട്ടത്തിലുള്ളത് വല്ലാത്തൊരു ധൈര്യമാണ് ഗൗരിക്കും ചിത്രക്കും. ആകെ അമ്മുവിനോട് ഗൗരി ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗൗരിക്ക് രുദ്രനോടുള്ള പ്രണയമായിരുന്നു. സമയം കഴിയുന്തോറും ചിത്രയുടെ കൂടെ തിരികെ പോവാതിരുന്ന നിമിഷത്തെ ഗൗരി പഴിച്ചുകൊണ്ടിരുന്നു. അമ്മയെ വിളിക്കുന്നത് സാദാ സിഗരറ്റല്ല എന്ന് അതിൻ്റെ ഗന്ധത്തിൽ നിന്നും ഗൗരിക്ക് മനസ്സിലായി. സദാ കള്ളും കഞ്ചാവുമായി നടക്കുന്ന ഒരുത്തനോട് ഒന്ന് തൊട്ടുരുമ്മി നിന്നപ്പോൾ അവൻ തന്നിട്ട് പോയതാണ് കയ്യിലിരിക്കുന്ന സംഗതി എന്ന് അമ്മയെ പറഞ്ഞത് ഗൗരി ഓർത്തു. അതോർക്കെ ഗൗരിയുടെ തൊണ്ട വറ്റി വരണ്ടു. ആരാ അത്? ചോദിച്ചത് കേട്ടില്ലേ? പൊടുന്നനെ ഇരുൾ മൂടിയ ഭാഗത്തു നിന്നും ഒരു പുരുഷന്റെ ശബ്ദം കേട്ടതോടെ ഗൗരി ഞെട്ടി. ഉത്സവപ്പറമ്പിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു മറവിലായിരുന്നു അന്നേരം ഇരുവരും. തൊട്ടടുത്ത് കേൾക്കുന്ന ശബ്ദം കൈലാസത്തെ രുദ്രൻ്റേതാണെന്ന് തിരിച്ചറിവിൽ ഗൗരി കിടുകിട വിറച്ചു പോയിരുന്നു. ഇടി, നോക്കി നിൽക്കാതെ ഓടിക്കോ. ആരെങ്കിലും വെട്ടി പറഞ്ഞാൽ പിന്നെ തീർന്നു മോളെ. പല്ലി ഞെരിച്ച് ശബ്ദമടക്കി അമ്മയെ പറയുമ്പോഴും ഗൗരിക്ക് ഒരടി അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൈയും കാലും ഒക്കെ മരവിച്ചു പോയിരുന്നു. തൊട്ടടുത്ത നിമിഷം അമേയ കൂരിരുട്ടിലേക്ക് ഓടിക്കയറിയിരുന്നു. ഗൗരിയും അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയപ്പോഴേക്കും ഇടത്തെ കൈയിൽ പിടി വീണിരുന്നു. അവൾ സർവ്വശക്തിയുമെടുത്ത് ഒന്ന് കുതറി. തൊട്ടടുത്ത നിമിഷം രുദ്രൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അരണ്ട വെളിച്ചത്തിൽ ആ വെള്ളിക്കണ്ണുകൾ കാണെ അവൾക്ക് ഉമിനീർ പോലും ഇറങ്ങിയില്ല. ദിവസേന കാണുന്ന മുഖം ഇത്രയും തൊട്ടടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ രുദ്രൻ്റെ മിഴികൾ തൻ്റെ കയ്യിലിരിക്കുന്ന ചാരായ കുപ്പിയിലേക്ക് നീങ്ങുന്നതും അവൻ ചുറ്റും പടർന്ന കഞ്ചാവ് ബീഡിയുടെ ഗന്ധം പിടിക്കുന്നതും കാണെ ഗൗരി സ്തംഭിച്ച് നിന്നുപോയി. പൊടുന്നനെ തന്നെ നോക്കിയ കണ്ണുകളിൽ വെറുപ്പ് പടരുന്നതും അവൾ ഭയത്തോടെ നോക്കി നിന്നു. ഉത്സവപ്പറമ്പിലെ ആളൊഴിഞ്ഞ മൂലയിൽ അരണ്ട വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കെ അവൾ മറ്റേതോ ലോകത്തകപ്പെട്ട പോലെ തോന്നി. അലസമായി നെറ്റിയിലേക്കും മുഖത്തേക്കും വീണുകിടക്കുന്ന അവൻ്റെ മുടിയിഴകൾ, ഒതുക്കി വെട്ടിയ താടിയും കഴുത്തിലെ രുദ്രാക്ഷവും ഇടത്തെ കൈയിലെ ഇടിവളയും എല്ലാം തൊട്ടടുത്ത് കാണവേ അവൾ കൗതുകം പൂണ്ടു. ദൂരെ നിന്ന് എന്തോരം ഇതുപോലെ നോക്കി നിന്നിട്ടുണ്ടെന്നോ അവൾ മനസ്സിൽ പറഞ്ഞു. നീ എന്താ ഇവിടെ? കണ്ണുകളിലെ ദേഷ്യം നിറച്ച് ചോദിക്കുന്ന രുദ്രനെ കാണെ ഗൗരിയുടെ സ്വരം മുറിഞ്ഞുപോയി. താൻ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് അപ്പോൾ മാത്രമാണ് ഗൗരിക്ക് ബോധമുണ്ടായത്. അത് നിന്ന് വിൽക്കാതെ കാര്യം പറയടേ. അവൻ്റെ സ്വരം ഒന്നുകൂടെ ഉയർന്നു. ഗൗരി പേടിച്ച് രണ്ടടി മാറി നിന്നു. കൊള്ളാം, മൊട്ടയിൽ വിരിഞ്ഞിട്ടില്ല, എങ്കിലും കയ്യിലിരിപ്പ് നന്നായിട്ടുണ്ട്. രുദ്രൻ ചാരായ കുപ്പിയിലേക്ക് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഗൗരിക്ക് വല്ലാത്ത സങ്കടം തോന്നി. തെറ്റ് ചെയ്യാതെയാണ് ക്രൂശിക്കപ്പെടുന്നത്. നാട്ടുകാരെ വിളിച്ചുകൂട്ടി തള്ളയുടെയും തന്തയുടെയും മുന്നിലിട്ട് തൊലിയുരിഞ്ഞു വിടുകയാണ് ശരിക്കും വേണ്ടത്. രുദ്രൻ്റെ സ്വരം മുറുകി. അതുകൂടെ കേട്ടതോടെ ഗൗരി കിലുകില വിറക്കാൻ തുടങ്ങി. മൂങ്ങയെ പോലെയാ നടത്തവും ഭാവമൊക്കെ, കയ്യിലിരിപ്പ് ഇങ്ങനെയും. രുദ്രൻ അവളെ ശകാരിച്ചു കൊണ്ടിരുന്നു. ആരോടും പറയല്ലേ പ്ലീസ്. ഗൗരി കൈകൾ കൂപ്പി അവനെ നോക്കി. ആ നേരത്ത് അമ്മയെ ഒറ്റുകൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല.
നിന്റെ പൂങ്കണ്ണീർ കണ്ടിട്ടൊന്നുമല്ല, പെണ്ണാണെന്നൊരൊറ്റ പരിഗണന മാത്രമാണ്. തൽക്കാലം ഇവിടെ നിന്ന് കറങ്ങി നാട്ടുകാർക്ക് പണിയുണ്ടാക്കാതെ മോള് പോവാൻ നോക്ക്. രുദ്രൻ പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരിക്ക് താൻ വല്ലാതെ അപമാനിക്കപ്പെട്ട പോലെ തോന്നി. തലയും താഴ്ത്തി കണ്ണീരോടെ തിരികെ പോകുമ്പോൾ അവളുടെ ഉള്ളു നിറയെ രുദ്രന്റെ കണ്ണിൽ കണ്ട തന്നോടുള്ള വെറുപ്പായിരുന്നു. പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വരാൻ, എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അവൾ ഈ കൂടെ നടക്കുന്നതൊന്നും നോക്കണ്ട. കാര്യത്തോടടുത്താൽ അമ്മുവിന് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചിത്ര വായിൽ പതഞ്ഞു വന്ന ഉമിക്കരി മാവിൻ ചുവട്ടിലേക്ക് തുപ്പിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല ഗൗരി. രാവിലെ ചിത്രയെ കണ്ട് ഇന്നലത്തെ കാര്യങ്ങൾ പറയുന്നത് വരെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. ചിത്രക്ക് പൊതുവെ തന്നോടുള്ള ഒരു അടുപ്പം അമ്മുവിനോടില്ല. ഗൗരിക്കും ചിത്രയോടാണ് ഒരിത്തിരി ചായ്വ് കൂടുതലെങ്കിലും അമ്മുവിനോട് അകൽച്ചയൊന്നുമില്ല. കുഞ്ഞിലെ മുതൽ ഉള്ള കൂട്ടുകാരികളാണ് മൂവരും. പൊന്നുമോളെ, ഇനി നീ അങ്ങേരെയും സ്വപ്നം കണ്ട് നടക്കുന്നത് നിർത്തിക്കോ. അല്ലെങ്കിലേ സ്ത്രീ വിദ്വേഷിയാണ്. ഇതും കൂടെ അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങേര് നിന്റെ മുഖത്ത് പോലും നോക്കില്ല ഇനി. ചിത്ര തീർത്തു പറഞ്ഞു. എടി, ഇനി ഞാൻ എങ്ങനെ കൈലാസത്തോട്ട് പോവും? എനിക്ക് പേടിയാവുന്നു. രുദ്രേട്ടന് നേരിൽ നിൽക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അച്ഛനോട് ഇനി എന്നെപ്പറ്റി വല്ലതും പറയുമോ ആവോ? ഗൗരി വലത് കൈയിലെ നഖം കടിച്ചു തുപ്പിക്കൊണ്ട് പറഞ്ഞു. തൽക്കാലം നീ അതൊന്നും ആലോചിക്കണ്ട. കൈലാസത്തേക്ക് ചെല്ല്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ചിത്ര അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അന്നേരവും ഗൗരിയുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞു കിടക്കുകയായിരുന്നു. കൈലാസത്തെ വിശ്വസ്തനായ കാര്യസ്ഥനാണ് ഗൗരിയുടെ അച്ഛൻ കേശവൻ. ഗൗരിക്ക് താഴെ 3 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഗൗരിയെ തുടർന്ന് പഠിപ്പിക്കാനോ മറ്റോ കേശവന് സാധിക്കാതെയായി. അച്ഛൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഗൗരി തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പഠനം നിർത്തി അച്ഛൻ്റെ കൂടെ കൈലാസത്തേക്ക് ജോലിക്ക് വന്നു തുടങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഗൗരി മിടുക്കിയാണ്. വീട്ടിലൊരു തയ്യൽ മെഷീൻ മേടിച്ചിട്ടിട്ടുണ്ട് ഗൗരി. ഓണത്തിനും പെരുന്നാളിനും ക്രിസ്തുമസിനുമെല്ലാം ഗൗരി സ്റ്റിച്ച് ചെയ്ത തുണികളാണ് അന്നാട്ടിൽ എല്ലാവരും ഇടാറും. അതേപോലെ ആടും കോഴിയും താറാവും എല്ലാമായി ചെറിയൊരു ഫാമും വീടിൻ്റെ പിന്നിൽ ചെറിയൊരു പച്ചക്കറി തോട്ടവും ഗൗരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിറ്റേന്ന് കൈലാസത്തേക്ക് പോകുമ്പോൾ ഒരിത്തിരി ഉൾഭയം അവൾക്കുണ്ടായിരുന്നു. ഈശ്വര, ആ കടുവയുടെ മുന്നിലൊന്നും കൊണ്ടുപോയി ഇട്ടേക്കരുതേ. കൈലാസത്തേക്ക് കയറും മുന്നേ ഗൗരി മനമുരുകി പ്രാർത്ഥിച്ചു. ഗേറ്റ് പാതി തുറന്ന് കിടപ്പുണ്ട്. അത്യാവശ്യം വലിയ ഗേറ്റ് ആയതുകൊണ്ട് ഗൗരി കുറച്ച് ശക്തിയോടെയാണ് ഗേറ്റ് തള്ളി തുറന്നത്. പൊടുന്നനെ ഗേറ്റിനപ്പുറത്തു നിന്നും എന്തോ ശബ്ദം കേട്ടു. ഗേറ്റ് നേരെ ചെന്ന് തട്ടിയത് രുദ്രൻ്റെ നെറ്റിയിലാണെന്ന് കാണെ ഗൗരി കണ്ണും തുറച്ച് നിന്നുപോയി. ഈശ്വര, നിനക്ക് ഈയിടെയായി എന്നോടൊട്ടും സ്നേഹമില്ലല്ലേ എന്നൊരു ചോദ്യം അവളുടെ ഉള്ളിൽ നിന്നും അറിയാതെ പുറത്തു വന്നു. നെറ്റിയും ഒഴിഞ്ഞ് തന്നെ കത്തുന്ന കണ്ണുകളുമായി നോക്കുന്നവനെ കാണെ അവൾക്ക് തല ചുറ്റും പോലെ തോന്നി. നിന്റെ മുഖത്ത് കണ്ണില്ലേ? എവിടേക്കാണ് ഈ ഓടിപ്പിടഞ്ഞു വരുന്നത്? അതോ ഇന്നലത്തെ കെട്ടിറങ്ങിയില്ലേ? രുദ്രൻ ചോദിക്കുകയല്ലായിരുന്നു, ചീറുകയായിരുന്നു. ഗൗരി ആ ചോദ്യത്തിൽ വല്ലാതെ പതറിപ്പോയി. ഞാനത് കണ്ടില്ല. ഗൗരിയുടെ സ്വരം ആർദ്രമായി. രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്ന്. അതെങ്ങനെ? ഉത്സവപ്പറമ്പിൽ കുടിച്ച് തകിടം മറിഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ തലയിലെടുത്തു വെക്കുന്ന നിന്റെ തന്തയെ പറഞ്ഞാൽ മതി. രുദ്രൻ്റെ സംസാരത്തിൻ്റെ മുന കൂടി വന്നു. ഗൗരിക്ക് പൊടുന്നനെ കരച്ചിൽ വന്നു. പൂങ്കണ്ണീര് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ഇന്നലെ നീ വലിച്ചു കയറ്റിയ കഞ്ചാവ് വീടിയൊക്കെ കയ്യിൽ കിട്ടണമെങ്കിൽ നീ ഏതാ മുതലെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര അവന്മാരുടെ കൂടെ ഒട്ടി നടന്നാലാണ് ഒരെണ്ണം ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് കിട്ടുക എന്നൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് മോൾ അഭിനയം നിർത്തി ചെല്ലാൻ നോക്ക്. രുദ്രൻ്റെ സംസാരത്തിൽ തെളിഞ്ഞു നിന്ന തന്നോടുള്ള വെറുപ്പ് കാണെ അവൾക്ക് ഹൃദയം പൊടിയുന്ന വേദന തോന്നി. ഇന്നേ വരെ തന്നെ ഒന്ന് പരിഗണിക്കുന്ന കൂടെ ഇല്ലല്ലോ എന്നൊരു പരിഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ രുദ്രൻ്റെ കണ്ണിലെ വെറുപ്പ് കാണുമ്പോൾ സത്യാവസ്ഥ ഒന്ന് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ രുദ്രൻ അവളുടെ മുന്നിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ ചുരിദാറിൻ്റെ ഷാളിൽ ഒപ്പി അവൾ മുന്നോട്ട് നടന്നു. എന്താ കുട്ടിയെ കണ്ണ് നിറഞ്ഞേക്കുന്നേ? കേശവൻ ഗൗരിയെ കണ്ടപാടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അച്ഛാ, കണ്ണിൽ എന്തോ കരട് വീണെന്ന് തോന്നുന്നു. ഗൗരി പതിയെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല അച്ഛാ, ഒരു വരുത്തി തീർത്ത ചിരിയോടെ ഗൗരി പറഞ്ഞു. ഞാൻ എന്നാ അടുക്കളയിലോട്ട് ചെന്നോട്ടെ. ലക്ഷ്മിയമ്മ ഇപ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഗൗരി വേഗത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ലക്ഷ്മി അമ്മയും ഗൗരിയുമാണ് കൈലാസത്തെ അടുക്കളയിൽ സാധാരണ പണിക്കുണ്ടാവാറ്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം നാട്ടിൽ നിന്നും 1-2 സ്ത്രീകളെ കൂടെ പണിക്ക് വരും. വന്നോ നീ? ഗൗരിയെ കണ്ടപാടെ ലക്ഷ്മി അമ്മ ചോദിച്ചു. ഞാൻ വന്നിട്ട് 10-20 കൊല്ലമായി. ഗൗരി ചുരിദാറിൻ്റെ ഷാൾ കുറുകെ കെട്ടിയിട്ട് നിന്ന് പാത്രം തേക്കാൻ തുടങ്ങി. എന്താ കുട്ടിയെ, നിനക്കിന്ന് പറ്റിയേ? രാവിലെ തന്നെ മുൻചുണ്ടിയാണല്ലോ, ലക്ഷ്മി അമ്മ ചിരിയോടെ ചോദിച്ചു. എന്താ, എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ലേ?
ചോദിച്ചുകൊണ്ട് പിന്നെയും പാത്രം ഉരക്കുന്നുണ്ട് ഗൗരി. രുദ്രനോടുള്ള ദേഷ്യം അപ്പടിയും ആ പാത്രത്തിൽ തീർക്കുകയാണ് അവൾ. പാത്രം കഴുകി തീർന്നപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി ഗൗരിക്ക്. എന്നാലും അവൻ തന്നെ തരം താഴ്ത്തി സംസാരിച്ച രീതി ഒട്ടും അവൾക്ക് മറക്കാനും പറ്റിയിരുന്നില്ല. എടാ രുദ്ര, ആ പെണ്ണിന് നിന്നോട് ഒരിത്തിരി ഇളക്കമുണ്ടോ? വിഷ്ണു വെറുതെ ചോദിച്ചു. ചെറിയൊരു മദ്യസേവയിലായിരുന്നു അന്നേരം വിഷ്ണുവും രുദ്രനും. ഏത് പെണ്ണിന്? രുദ്രൻ ഗ്ലാസ്സിലെ ദ്രാവകം ഒരിടക്ക് കുടിച്ചിട്ട് വിഷ്ണുവിനെ നെറ്റിച്ചൊളിച്ചു നോക്കി. ആ കേശവട്ടൻ്റെ മോളില്ലേ ഗൗരി, അവൾക്ക്. നിനക്കിതെന്താ വിഷ്ണു, നാവിനെല്ലില്ലെന്ന് വെച്ച് എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയുകയാണോ? ഞാൻ അങ്ങനെ നാവിനെല്ലില്ലാതെ വിളിച്ചു പറഞ്ഞതൊന്നുമല്ല രുദ്ര. നീ പോകുന്നിടത്തെല്ലാം വാല് പോലെ ആ പെണ്ണും പിറകെ ഉണ്ടാവാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ചില നേരത്തൊക്കെ പരിസരം മറന്ന് നിന്റെ വായിലോട്ട് നോക്കി ഇരിക്കുന്നത് കാണാം. ആ ബെസ്റ്റ്. അവളെ കെട്ടുന്നതിനും ഭേദം ഞാൻ വല്ല ട്രെയിനിലും തലവെക്കുന്നതാ, രുദ്രൻ ചിരിയോടെ പറഞ്ഞു. അതെന്താടാ അങ്ങനെ ഒരു പറച്ചിൽ? അവൾക്ക് എന്താടാ ഒരു കുറവ്? വിഷ്ണു എടുത്തു ചോദിച്ചു. ഓ, അവൾക്കൊന്നും കുറവില്ല വിഷ്ണുവേ, എല്ലാം ഇത്തിരി കൂടുതലാ, രുദ്രൻ അന്ന് ഉത്സവപ്പറമ്പിൽ കണ്ട കാഴ്ച ആലോചിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്നാലും 4 ആൾ കൂടുന്നിടത്ത് വെച്ച് ഒരു പെഗ്ഗടിക്കാൻ ആണായി പിറന്നവന്മാർ തന്നെ ഒന്ന് മടിക്കും. അപ്പോൾ അത്രയും ധൈര്യത്തിൽ അത്രയും ആൾ കൂടുന്നിടത്ത് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്ന അവൾ ചില്ലറക്കാരിയല്ലെന്ന് തോന്നി രുദ്രന്. പക്ഷെ കണ്ടാലോ, ഇത്രയും വലിയ അയ്യോഭാവം വേറെ ഇല്ലെന്ന് തോന്നും. രുദ്രൻ ഗൗരിയെപ്പറ്റി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. നാൾക്ക് നാൾ ഗൗരിക്ക് രുദ്രനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു. പലവട്ടം ചിത്ര അവളെ ഉപദേശിച്ചു, അർഹിക്കാത്തത് ആഗ്രഹിച്ചിട്ട് വെറുതെ സങ്കടപ്പെടാൻ നിൽക്കണ്ട എന്ന്. ഗൗരിയുടെ വിവാഹാലോചന വീട്ടിൽ കൊണ്ടുപിടിച്ച് നടക്കുന്ന സമയമായിരുന്നു അന്ന്. എന്നാൽ രുദ്രനെ ഒട്ടും മറക്കാൻ ഗൗരിക്കും വയ്യ. രുദ്രനോട് തൻ്റെ പ്രണയം പറയാനാണെങ്കിലോ അതിലേറെ പേടി. ഒടുവിൽ ചിത്രയും ഗൗരിയും സഹായത്തിനായി അമ്മുവിൻ്റെ അടുത്തെത്തി. രുദ്രനെ ഗൗരി ഗാഢമായി സ്നേഹിക്കുന്നു എന്നറിഞ്ഞ അമ്മയ വായും പൊളിച്ച് നിന്നുപോയി. നാട്ടിൽ എന്തോരം ചൊങ്കൻ ചെറുക്കന്മാർ പിന്നാലെ നടന്നതാ ഗൗരി നിന്റെ. എന്നിട്ട് നിനക്ക് ആ മുരടനെ അല്ലാതെ ആരെയും കിട്ടിയില്ലേ എൻ്റെ ഗൗരി എന്നായിരുന്നു അമ്മയെ ആദ്യം ചോദിച്ചത്. പറ്റിപ്പോയടേ എന്നും പറഞ്ഞ് ഗൗരി കൈമലർത്തി കളഞ്ഞു. മൂവർ സംഘം കൂടി ആലോചിച്ചു. അത്യാവശ്യം കുരുട്ടുബുദ്ധിയുള്ള അമ്മുവിൻ്റെ തലക്ക് മുകളിൽ ബൾബ് കത്തുന്നത് നോക്കി ഗൗരിയും ചിത്രയും നോക്കിയിരുന്നു. ഒടുവിൽ അത് കത്തി. നീ ഇപ്പോൾ ആദ്യം തന്നെ പോയി അങ്ങേരോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അങ്ങേര് നിന്നെ മടക്കി ഒടിച്ചു കളയും. അതുകൊണ്ട് ആദ്യം ആ വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കണം, അമ്മു പറഞ്ഞു. എങ്ങനെ? ഗൗരിയും ചിത്രയും വായും പൊളിച്ചിരുന്ന് ചോദിച്ചു. ആ വാ അടച്ചിട്ട് പിന്നാലെ വാ, വഴിയുണ്ടാക്കാം. അമ്മയെ പുറകിലെ പൊടിയും തട്ടി എഴുന്നേറ്റ്. ഒപ്പം മറ്റു 2 പേരും. എടി, എനിക്ക് പേടിയാവുന്നു. ഇത് വേണോ? ഗൗരി കയ്യിലെ കടലാസ് ഒന്നുകൂടെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പറഞ്ഞിട്ടല്ലേടി ഞാൻ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. അമ്മു ഗൗരിയെ നോക്കി കണ്ണുരുട്ടി. അത് പിന്നെ ഒരു ആവേശത്തിൽ ഗൗരി ഒരു വിളറിയ ചിരി ചിരിച്ചു. ഇനിയിപ്പോൾ നനഞ്ഞു, ഇനി എന്തായാലും കുളിച്ചു കയറാം. തന്നെ ഒരുത്തി സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും അങ്ങേരുടെ പ്രതികരണം എന്നെങ്കിലും അറിയാമല്ലോ. അതും ശരിയാ, ഗൗരി ആലോചനയോടെ തലയാട്ടി. എങ്കിൽ വേഗം കൊണ്ടുപോയി വെച്ചിട്ട് വാ, അങ്ങേരിപ്പോൾ ഇറങ്ങി വരും, അതിനു മുന്നേ പോയിട്ട് വാ, ചിത്ര ഗൗരിയെ പ്രോത്സാഹിപ്പിച്ചു. അത്യാവശ്യം നന്നായി വരക്കുന്ന ആളാണ് ഗൗരി, നിറങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്നവൾ. പക്ഷേ ഈ ഇടയായി അവളുടെ വിരൽത്തുമ്പുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പെറ്റി വീഴുന്നത് രുദ്രൻ്റെ രൂപം മാത്രമായിരിക്കും. അതിലൊരു പെയിൻറ്റിങ് കയ്യിൽ പിടിച്ചിറങ്ങിയതാണ് മൂവരും. അത് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള രുദ്രൻ്റെ പ്രതികരണം കാണണമല്ലോ. തൽക്കാലം ഒളിഞ്ഞിരുന്നുള്ള ഇത്തരത്തിലുള്ള അമ്പുകളെ കളത്തിലിറക്കാൻ കഴിയൂ. നേരിട്ട് ചെന്ന് ഇഷ്ടം പറഞ്ഞാൽ ഒരു പക്ഷേ രാവണൻ വിഴുങ്ങിക്കളയാനും സാധ്യതയുണ്ട്. ഗൗരി ഒരു നെടുവീർപ്പോടെ ഓർത്തു. പതിയെ രുദ്രൻ്റെ ബുള്ളറ്റിൻ്റെ മുകളിലേക്ക് ഭംഗിയായി ചുരുട്ടി ചുവന്ന റിബൺ വെച്ച് കെട്ടിയ കടലാസ് വെച്ചുകൊണ്ട് ഗൗരി വേഗത്തിൽ തിരിച്ചോടി വന്നു. അല്പം ദൂരെ നിന്ന് രുദ്രനും വിഷ്ണുവും വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചിത്ര ഗൗരിയെ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ പതിയാൻ സാധ്യത ഇല്ലാത്ത ഒരിടത്തേക്ക് നീങ്ങി നിന്നു. ബുള്ളറ്റിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് രുദ്രൻ അതിൻ്റെ മുകളിലിരിക്കുന്ന കടലാസ് കാണുന്നത്. ചുവന്ന റിബൺ കെട്ടി ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് അവൻ ചുരുങ്ങിയ കണ്ണുകളോടെ നോക്കി. ഇതെന്തോന്നാടാ? വിഷ്ണു അത് കയ്യിൽ എടുത്തുകൊണ്ട് തിരിച്ചു മറിച്ചു നോക്കി രുദ്രനോട് ചോദിച്ചു. ആർക്കറിയാം? വിഷ്ണുവിൽ കണ്ട ഒരു ആകാംക്ഷ അന്നേരം രുദ്രനിൽ ഇല്ലായിരുന്നു. തുറന്നു നോക്കിയാലോ? വിഷ്ണു ഒറ്റപ്പിരികം പൊക്കിക്കൊണ്ട് രുദ്രനോട് ചോദിച്ചു. നിനക്ക് എന്താ വിഷ്ണു, നീ അത് കളഞ്ഞിട്ട് വാ, 100 കൂട്ടം കാര്യങ്ങളുണ്ട്, രുദ്രൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. നിന്റെ പ്രണയം പൂത്തുലയും എന്ന് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല മോളെ, ചിത്ര ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെന്താ?
ഗൗരി രുദ്രൻ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നഖം കടിച്ചു. അത് മുട്ടിടാൻ പോലും നിന്റെ രുദ്രേട്ടൻ സമ്മതിക്കൂ എന്ന് തോന്നുന്നില്ല. എന്നിട്ടല്ലേ പൂത്തുലയുന്നത്. അങ്ങേര് അത് മുളയിലേ നുള്ളും എന്ന് തോന്നുന്നു. അമ്മു ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. മറുപടിയായി ഗൗരി അമ്മുവിൻ്റെ നെറുകയിലേക്ക് വിരൽ കൊണ്ട് 2 മേട്ടം വെച്ചു കൊടുത്തു. മിണ്ടാതിരിക്ക്, നോക്കട്ടെ. അമ്മു തല ഒന്ന് തടവിക്കൊണ്ട് ചുണ്ടു ചുളുക്കി. അന്നേരം വിഷ്ണു കയ്യിലെ കടലാസിൻ്റെ കെട്ടഴിച്ച് അത് നിവർത്തുന്ന തിരക്കിലായിരുന്നു. അതിലേക്ക് നോക്കിയ വിഷ്ണുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. തേടാ നിന്റെ പടം, വിഷ്ണു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബുള്ളറ്റിലേക്ക് കയറാനൊരുങ്ങിയ രുദ്രൻ സംശയഭാവത്തോടെ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കളപ്പേപ്പർ പിടിച്ചു വാങ്ങി. അതിൽ തൻ്റെ പടം, ചുവന്ന ഷർട്ടും സ്വർണ്ണ കസവുകരം മുണ്ടും അണിഞ്ഞു നിൽക്കുന്ന തൻ്റെ രൂപം. ഉത്സവത്തിന് തൻ്റെ വേഷം അതായിരുന്നു എന്ന് രുദ്രൻ ആലോചിക്കാതെ ഇരുന്നില്ല. കൽവിളക്കുകൾക്കിടയിൽ തൻ്റെ രൂപം തിളങ്ങുന്ന പോലെ തോന്നി അവന് ആ ചിത്രം കണ്ടപ്പോൾ. കയ്യിലെ ഇടിവളയും കഴുത്തിലെ രുദ്രാക്ഷവും എന്തിന് തൻ്റെ പിരികത്തിന് താഴെയുള്ള മുറിപ്പാട് പോലും അളന്ന് തിട്ടപ്പെടുത്തി വരച്ചതുപോലെ. അവൻ ആ ചിത്രത്തിലേക്ക് തന്നെ മിഴികൾ ചിമ്മാതെ നോക്കി നിന്നുപോയി. ഇടി ഗൗരി, നിന്റെ രാവണൻ്റെ കാറ്റുപോയോ? അനക്കമൊന്നുമില്ലല്ലോ, ചിത്ര ചലനമറ്റ് നിൽക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗൗരി മറുപടിയൊന്നും പറയാതെ ചിത്രയുടെ വായ അടക്കി പിടിച്ചു. ഗൗരിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെ മിടിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ രുദ്രൻ്റെ കണ്ണുകൾ ആ ചായങ്ങൾക്ക് കീഴെയുള്ള ഉരുണ്ട അക്ഷരങ്ങളിലേക്ക് നീണ്ടു. പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയാലോ? പകരം വേറെ ഒന്ന് എഴുതി ചേർക്കുന്നു. നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായി എന്ന് രാവണൻ്റെ ജാനകി. ആ വാചകങ്ങൾ നോക്കവേ രുദ്രൻ്റെ കൺപീലികൾ പോലും ഒരു നിമിഷം ചലിക്കാൻ മറന്നുപോയി. ചിത്രത്തിലേക്ക് നോക്കി തടഞ്ഞു നിൽക്കുന്ന രുദ്രനെ തന്നെ ഗൗരി ഇമചിമ്മാതെ നോക്കി നിന്നുപോയി. ഒട്ടൊരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ രുദ്രൻ്റെ മുഖത്ത് ഒരു തരം പരിഹാസം വന്ന് നിറയുന്നത് ഗൗരി ഉൾഭയത്തോടെ കണ്ടു. തൊട്ടടുത്ത നിമിഷം രുദ്രൻ കയ്യിലിരിക്കുന്ന പേപ്പർ 2ആയി വലിച്ചു കീറിക്കഴിഞ്ഞിരുന്നു. ഗൗരിക്ക് പൊടുന്നനെ മുഖത്ത് അടി കൊണ്ട പോലെ തോന്നി. നിനക്ക് എന്താ ഭ്രാന്തോ? എന്തിനാ അത് വലിച്ചു കീറിയത്? അടുത്ത് നിന്ന വിഷ്ണു രുദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കല്ല, ഇതിവിടെ കൊണ്ട് വെച്ചവൾക്കാണ് ഭ്രാന്ത്. ഇതൊക്കെ മുളയിൽ നുള്ളിക്കെറിയണം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സൂക്കേടുമായി ഇനിയും വരും, രുദ്രൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അത് വലിച്ചു കീറാണ്ടായിരുന്നു രുദ്ര, നിന്നെ അത്രയോ അടുത്തറിഞ്ഞ് വരച്ച ഒരാളാണ്, അതാ ചിത്രം കണ്ടാൽ അറിയാം, വിഷ്ണു സമർത്ഥിച്ചു. നീ ഇനി അതിന് തർക്കിക്കണ്ട, ഏതെങ്കിലും മരം കയറിപ്പെണ്ണായിരിക്കും. പ്രേമം, മാങ്ങാത്തൊലി, അല്ലെങ്കിൽ തന്നെ എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ട് ഈ പ്രേമം ഉണ്ടായതാണാവോ? എൻ്റെ രൂപം കണ്ടിട്ടോ? രുദ്രൻ അണപ്പല്ല് കടിച്ചു ഞെരിച്ചു. വിഷ്ണു രുദ്രൻ്റെ ദേഷ്യം കണ്ടപ്പോൾ പിന്നെ അധികം സംസാരത്തിനൊരുങ്ങാതെ വണ്ടിയിലേക്ക് കയറി. എത്ര നേരം എടുത്ത് വരച്ച ചിത്രമാണെന്നാ പറഞ്ഞത്? ചിത്ര തല ഉയർത്തി ഗൗരിയെ നോക്കി. 3 ദിവസം, ഗൗരി നിരാശയോടെ പറഞ്ഞു. ചിത്രം ഒന്ന് അമർത്തി മൂളി. അന്നേരമാണ് ചുവന്ന് കലങ്ങിയ ഗൗരിയുടെ കണ്ണുകൾ ചിത്ര ശ്രദ്ധിച്ചത്. ഏയ്, നീ കരയാണോ? പിന്നെ നീ എന്തു വിചാരിച്ചു? അതങ്ങോട്ട് കാണുമ്പോഴേക്കും നിന്റെ രാവണൻ കമഴ്ന്നടിച്ച് വീഴുമെന്നോ? അത് നിന്റെ മനസ്സായിരിക്കും, പക്ഷെ രുദ്രന് അത് വെറും കടലാസ് കഷ്ണമാണ്. ചിത്ര ഗൗരിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇടി മണ്ടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വെറും കടലാസ് തുണ്ടല്ല, നിന്റെ ഹൃദയമാണെന്ന് അങ്ങേർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അമ്മു പറഞ്ഞു. അതൊക്കെ നടക്കുവോടി? ഗൗരി പ്രതീക്ഷയോടെ ചിത്രയെയും അമ്മുവിനെയും നോക്കി. നീ ഇനിയും കുറേ വരച്ചു കൂട്ടിക്കോ, കീറി മടുക്കുമ്പോൾ രുദ്രൻ നിന്നെ തിരഞ്ഞിറങ്ങുമായിരിക്കും, അമ്മു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അയ്യോ, എന്നെ തെടിയോ? ഗൗരി ചോദിച്ചു. പിന്നല്ലാതെ, നീ എല്ലാ കാലത്തും ഇങ്ങനെ സന്ദേശം അയച്ച് പ്രേമിക്കുക എന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? അമ്മു നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ഗൗരിയുടെ ശ്രദ്ധ അന്നേരവും വഴിയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന താൻ വരച്ച ചിത്രത്തിലേക്കായിരുന്നു. അങ്ങേർക്ക് കുറേ തിന്നാനും പിന്നെ കാണുന്നവരെ എല്ലാം പിടിച്ച് ഇടിക്കാനും മാത്രമേ അറിയൂ, ദുഷ്ടൻ, ഗൗരി ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല ഗൗരി, അങ്ങേർക്ക് വല്ല തേപ്പും കിട്ടിയിട്ടുണ്ടോ? അതാണോ സ്ത്രീകളോട് ഇത്ര വിരോധം? അമ്മു ചോദിച്ചു. തേക്കാനും വാർക്കാനും ഒക്കെ മൂപ്പർ ഏതെങ്കിലും പെൺകുട്ടികളെ അടുപ്പിക്കണ്ടേ അതിന്? ഇത്രയുടെ മറുപടി കേൾക്കെ ഗൗരി പിന്നെയും ചിന്തയിലാണ്ടു. അതും ശരിയാണ്, മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ അടുത്ത് പോയി പ്രേമം പറയാനും ആരും അല്പം ഭയക്കും, ഗൗരി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. തുടരും. ഒരു പാർട്ടോടുകൂടെ ഈ കഥ അവസാനിക്കുകയാണ്. പക്ഷേ ഈ ചെറുകഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ മറ്റൊരു കഥ ഇതിന് ശേഷം എഴുതിയെടുത്തിട്ടുണ്ട്. ഏകദേശം 100 പാർട്ടുകളുള്ളൊരു സ്റ്റോറിയാണത്. പ്രതിലിപിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മില്യൺ അടുത്ത് ആളുകൾ വായിച്ച സ്റ്റോറിയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ട സ്റ്റോറിയാണ്. ഒരിക്കലും ഈ ഒരു ഷോർട്ട് സ്റ്റോറി പോലെയല്ല അത്. അതിലൊരുപാട് തിരുത്തലുകളുണ്ട്. കഥ തന്നെ ക്യാരക്ടേഴ്സ് ഏകദേശം സെയിം ആണെങ്കിൽ പോലും കഥ മൊത്തത്തിൽ മാറിയിട്ടാണ് എഴുതിയിട്ടുള്ളത്.
അതേപോലെ ഒരുപാട് കോമഡി ആയിട്ടുള്ള രംഗങ്ങളും ഉണ്ട്. ഒന്നും കൂടി റിലാക്സായി വായിക്കാൻ പറ്റും. അതേപോലെ ഗൗരവം നിറഞ്ഞ രംഗങ്ങളും അതിലുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാവും. 1 മില്യൺ അടുത്ത് വായനക്കാരുള്ള ഒരു നല്ല സ്റ്റോറി ആയിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രതിലിപി അക്കൗണ്ടിൽ ഇപ്പോഴും ആ സ്റ്റോറി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് വായിക്കാം. താങ്ക് യു.